ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന +2 ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററാണ്. വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം, വിജയനഗര ആൻഡ് ഇമ്പീരിയൽ ക്യാപിറ്റൽ. ഇതിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരെ കുറിച്ചും സാമ്രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചും അവിടുത്തെ ശക്തനായ ഭരണാധികാരിയായ കൃഷ്ണദേവരായരെ കുറിച്ചും പിന്നെ സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. റൈസ്, ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ ഓഫ് വിജയനഗര എംപയർ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വി ആർ ഗോയിങ് ടു അനലൈസ് ദ വിജയനഗര എംപയർ. 14ാം നൂറ്റാണ്ടിലാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. കൃഷ്ണ തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ സാമ്രാജ്യം വളർന്നു വന്നത്. കർണാടക സാമ്രാജ്യം എന്നാണ് ഇതിനെ ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. വാമൊഴി പാരമ്പര്യങ്ങൾ, പുരാവസ്തുശാസ്ത്രപരമായ തെളിവുകൾ, ആർക്കിയോളജിക്കൽ എവിഡൻസ്, സ്മാരകങ്ങൾ, മോണുമെന്റ്സ്, കൊത്തുലിഖിതങ്ങൾ, ഇൻസ്ക്രിപ്ഷൻസ്, കൂടാതെ വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങൾ, തമിഴ്, കന്നഡ, തെലുങ്കു സാഹിത്യകൃതികൾ എന്നീ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ വിജയനഗരത്തിന്റെ ചരിത്രം പുനർനിർണയിക്കുന്നത്. വിജയനഗരത്തിന്റെ ക്യാപിറ്റൽ ഹംപിയാണ്. മാതൃദേവതയായ പമ്പാദേവിയിൽ നിന്നാണ് ഹംപി എന്ന പദമുണ്ടായത്. ഹംപിയുടെ തകർന്ന അവശിഷ്ടങ്ങൾ 1800-ലാണ് കണ്ടെത്തിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പുരാവസ്തു ശാസ്ത്രജ്ഞന്, എഞ്ചിനീയറും സർവേയറും ഭൂപട നിർമ്മാതാവുമായ കേണൽ കോളിൻ മെക്കൻസിയാണ് അവ കണ്ടെത്തിയത്. അപ്പോൾ ആരാണ് ഹംപി കണ്ടെത്തിയത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കേണൽ കോളിൻ മെക്കൻസിയാണ് ഹംപി കണ്ടെത്തിയത്. വിരുപാക്ഷ ക്ഷേത്രത്തിലെയും പമ്പാദേവി ക്ഷേത്രത്തിലെയും പുരോഹിതന്മാരിൽ നിന്ന് ഹംപിയെ കുറിച്ചുള്ള ആദ്യകാല വിവരണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത്. കൂടാതെ പുരാലിഖിത ശാസ്ത്രജ്ഞർ ഹംപിയിൽ നിന്നും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും ധാരാളം കൊത്തുലിഖിതങ്ങൾ ശേഖരിച്ചു. കൂടാതെ വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളും അവർ ശേഖരിക്കുകയുണ്ടായി. ഹംപിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ദ ഡിസ്കവറി ഓഫ് ഹംപി, ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നടന്നത്. അപ്പോൾ ആരാണ് ഹംപി കണ്ടെത്തിയത്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ്, രായന്മാർ, നായകന്മാർ, സുൽത്താൻമാർ. രായാസ്, നായകാൻസ് ആൻഡ് സുൽത്താൻസ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. സഹോദരന്മാരായ ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4 രാജവംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യം ഭരിച്ചത്. സംഗമ, സളുവ, തുളുവ, അരവിഡു രാജവംശങ്ങൾ. വിജയനഗരത്തിലെ ഭരണാധികാരികൾ തങ്ങളെ രായന്മാർ ആണ് വിളിച്ചിരുന്നത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യം ഭരിച്ച 4 രാജവംശങ്ങൾ ഏതെല്ലാമാണ് എന്നതിനുള്ള ആൻസർ സംഗമ, സളുവ, തുളുവ, അരവിഡു രാജവംശങ്ങൾ. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ്, രാജാക്കന്മാരും വ്യാപാരികളും. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചും വ്യാപാരികളെ കുറിച്ചുമാണ്. അവിടുത്തെ ട്രേഡേഴ്സ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാം. കുതിരപ്പടയായിരുന്നു സൈന്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. കരുത്തുറ്റൊരു കുതിരപ്പട വിജയനഗരത്തിൽ ഉണ്ടായിരുന്നു. അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമാണ് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നത്. കുതിര വ്യാപാരത്തിന്റെ നിയന്ത്രണം ആദ്യകാലത്ത് അറബി വ്യാപാരികളുടെ കയ്യിലായിരുന്നു. പിന്നീട് പ്രാദേശിക കച്ചവട സമൂഹങ്ങളായ കുതിരച്ചെട്ടികളും കുതിര വ്യാപാരത്തിൽ പങ്കെടുത്തു. തുടർന്ന് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അതിന്റെ കുത്തക അവരുടെ കയ്യിലായി. പോർച്ചുഗീസ് വ്യാപാരികളും കച്ചവട കേന്ദ്രങ്ങളും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. സുഗന്ധദ്രവ്യങ്ങൾ, പെർഫ്യൂംസ്, വിലപിടിപ്പുള്ള കല്ലുകൾ, വസ്ത്രങ്ങൾ എന്നിവയായിരുന്നു വിജയനഗരത്തിന്റെ പ്രശസ്തമായ വിപണികളിൽ വിതരണം ചെയ്തിരുന്നത്. അന്തസ്സിന്റെ ചിഹ്നമായിട്ടാണ് വ്യാപാരത്തെ അവർ കണ്ടിരുന്നത്. ആഭരണങ്ങളും രത്നങ്ങളും വാങ്ങാൻ ശേഷിയുള്ള ഒരു സമ്പന്ന വർഗം അവിടെ ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കച്ചവടം വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. നെക്സ്റ്റ്, വിജയനഗരത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ഭരണാധികാരി, ഇമ്പോർട്ടൻ്റ് റൂളറായ കൃഷ്ണദേവരായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ കീഴിൽ സാമ്രാജ്യം ഉച്ചസ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് വിവരിക്കുന്നത്. വിജയനഗരത്തിലെ ആദ്യത്തെ രാജവംശം സംഗമ രാജവംശമായിരുന്നു. അവരെ പുറന്തള്ളിക്കൊണ്ട് സളുവ രാജവംശം അധികാരത്തിൽ വന്നു. തുടർന്ന് തുളുവ രാജവംശം അധികാരം പിടിച്ചെടുത്തു. കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിലെ അംഗമായിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലെ അംഗമായിരുന്നു എന്നുള്ളത്.
വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗരം കണ്ട ഏറ്റവും മികച്ച പോരാളിയായിരുന്നു അദ്ദേഹം. എക്സ്ട്രാ ഓർഡിനറി കറേജുള്ള ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹം റൈച്ചൂർ തട പിടിച്ചെടുക്കുകയുണ്ടായി. ഒറീസയിലെ ഭരണാധികാരികളെ കീഴടക്കി ബീജാപൂർ സുൽത്താനെ പരാജയപ്പെടുത്തുകയുണ്ടായി. കൃഷ്ണദേവരായരുടെ കീഴിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി വിജയനഗരം മാറി. വളർച്ചയുടെ ഒരു ഉച്ചഘട്ടമായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലം. അദ്ദേഹം കലാപങ്ങളെല്ലാം അടിച്ചമർത്തുകയുണ്ടായി. സമാധാനവും ഐശ്വര്യപൂർണവും രാജ്യത്ത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം സാമ്രാജ്യത്തെ ഏകീകരിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചു. സമർത്ഥനായ ഒരു ഭരണാധികാരിയും കലാകാരനുമായിരുന്നു അദ്ദേഹം കലാകാരന്മാരെ റെസ്പെക്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. രാജകീയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും അദ്ദേഹം പണികഴിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സദസ്സിൽ 8 കവികളുള്ള അഷ്ടദിഗ്ഗജന്മാർ എന്നൊരു പണ്ഡിത സദസ്സ് ഉണ്ടായിരുന്നു. വിജയനഗരത്തിലെ ഹസാര രാമസ്വാമി ക്ഷേത്രവും വിട്ടലസ്വാമി ക്ഷേത്രവും പണികഴിപ്പിച്ചത് അദ്ദേഹമാണ്. തന്റെ മാതാവായ നഗലാദേവിയുടെ ഓർമ്മയ്ക്ക് അദ്ദേഹം നഗലാപുരം എന്നൊരു ചെറുപട്ടണം പണികഴിപ്പിച്ചു. കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ആന്ധ്രാഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതൊരു വൺവേഡ് ക്വസ്റ്റ്യനാണ്. ആന്ധ്രാഭോജൻ എന്ന പേരിൽ ഇട്ടത് ആരാണ് എന്നുള്ളത് കൃഷ്ണദേവരായരാണ്. അദ്ദേഹത്തിന്റെ സദസ്സിൽ ധാരാളം കവികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു. ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തെലുങ്കിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് അമുക്തമല്യാത. ഇത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അദ്ദേഹത്തിന്റെ അനദർ ഇമ്പോർട്ടന്റ് വർക്കാണ് സംസ്കൃതത്തിൽ എഴുതിയ ഉഷാപരിണയം. അമുക്തമല്യാത രാജതന്ത്രത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയതാണ്. അതില് വ്യാപാരികളെ കുറിച്ച് വ്യാപാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തുറമുഖം വികസിപ്പിക്കുന്നത് വഴി വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വ്യാപാരികളുമായി ആത്മബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 1529 അതിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ വളരെ ദുർബലരായിരുന്നു. സൈനിക മുഖ്യന്മാരായ നായകന്മാർ അധികാര വടംവലികൾ നടത്തി. അപ്പോൾ സൈനിക മുഖ്യന്മാരെയാണ് നായകന്മാർ എന്നറിയപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇതിൽ നായകന്മാർ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സൈനിക മുഖ്യന്മാരായ നായകന്മാർ. തുടർന്ന് അധികാരം അരവിഡ് രാജവംശത്തിന്റെ കൈകളിലെത്തി. ഡക്കാൻ സുൽത്താന്മാരുടെ വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വന്നു. കൃഷ്ണദേവരായർ വാസ് ദ ഫേമസ് റൂളർ ഇൻ വിജയനഗര എംപയർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ കൃഷ്ണദേവരായരെ കുറിച്ചുള്ള എല്ലാ പോയിന്റ്സും എഴുതണം. 1565 വിജയനഗരത്തിലെ മന്ത്രിയായ രാമരായരുടെ നേതൃത്വത്തിലുള്ള സൈന്യവും ഡക്കാൻ സുൽത്താന്മാരുടെ സൈന്യവും തളിക്കോട്ടയിൽ വെച്ച് ഏറ്റുമുട്ടി. തളിക്കോട്ട യുദ്ധം, ബെന്നിഹട്ട് യുദ്ധം, രാക്ഷസി ഞങ്കടി യുദ്ധം എന്നീ പേരുകളിലെല്ലാം ഈ യുദ്ധം അറിയപ്പെടുന്നു. തളിക്കോട്ട യുദ്ധത്തിൽ രാമരായർ പരാജയപ്പെട്ടു. ബാമിനി സുൽത്താന്മാരുടെ സൈന്യം വിജയനഗരം കൊള്ളയടിച്ചു. വിജയനഗര സാമ്രാജ്യത്തിന്റെ എല്ലാ പ്രതാപവും അവസാനിച്ചു. സാമ്രാജ്യം തകരുകയുണ്ടായി. എല്ലാ സൗകര്യങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും നല്ല നഗരമാണ് വിജയനഗരമെന്ന് ഡോമിംഗോ പയസ് ചൂണ്ടിക്കാണിക്കുന്നു. വിജയനഗരത്തിലെ തടാകങ്ങളും പഴത്തോട്ടങ്ങളും അദ്ദേഹത്തെ വിസ്മയിപ്പിക്കുകയുണ്ടായി. നെക്സ്റ്റ് ടോപ്പിക്ക് രായന്മാരും നായകന്മാരും. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നായകാസ്. സൈനിക മേധാവികൾക്ക് വിജയനഗര സാമ്രാജ്യത്തിൽ വിപുലമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ കോട്ടകൾ നിയന്ത്രിച്ചിരുന്നത് അവരാണ്. ഈ സൈനിക മേധാവികൾ നായകന്മാർ എന്നറിയപ്പെട്ടു. രാജാവിനെതിരെ അവർ പലപ്പോഴും കലാപം നടത്തിയിരുന്നു. രാജാവിനെ രായന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒന്നാണ്. രാജാവിനെ രായന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ അമരനായക സിസ്റ്റം നിലനിന്നിരുന്നു. അപ്പോൾ എന്താണ് അമരനായക സിസ്റ്റം? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി സുൽത്താൻമാരുടെ ഇക്ത സമ്പ്രദായത്തിന്റെ മറ്റൊരു പതിപ്പാണ് അമരനായക സിസ്റ്റം.
അമരനായക എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് പകരം ഭൂമി പതിച്ചു കൊടുക്കുന്ന രീതിയാണ്. ശമ്പളത്തിന് പണമായിട്ടല്ലാതെ ഭൂമിയായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇക്ത സിസ്റ്റം. ഇതുപോലത്തെ ഒന്നാണ് അമരനായക സിസ്റ്റം. അമരനായകന്മാർ സൈനിക മേധാവികളായിരുന്നു. രായന്മാർ ഭൂമി അവർക്ക് കൊടുക്കുകയുണ്ടായി. രാജാക്കന്മാർ ഇവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു. ഈ പ്രദേശങ്ങളെ അമര എന്നാണ് വിളിച്ചിരുന്നത്. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നവർ എന്ന അർത്ഥത്തിലായത് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെ കർഷകരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും അവർ നികുതിയും മറ്റ് കരങ്ങളും പിടിച്ചെടുത്തു. വരുമാനത്തിന്റെ ഒരു ഭാഗം അവർ കുതിരകളെയും ആനകളെയും നിലനിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു. അമരനായകന്മാർ വിജയനഗര രാജാക്കന്മാർക്ക് സൈനിക സഹായം നൽകിയിരുന്നു. രാജാക്കന്മാർ ഇവരെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റിയിരുന്നു. അമരനായകന്മാർ രാജാവിന് വർഷം തോറും കപ്പം നൽകിയിരുന്നു. 19ാം നൂറ്റാണ്ടോടെ അമരനായകന്മാർ ശക്തരായി തീർന്നു. പലരും സ്വതന്ത്ര രാജ്യങ്ങൾ സ്ഥാപിച്ചു. ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായി. അപ്പോൾ ഈ അമരനായകന്മാരുടെ രീതികളാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ഒരു കാരണമായിട്ട് പറയുന്നത്. വിജയനഗരത്തിന്റെ തലസ്ഥാനത്തെ വിജയനഗര ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് എൻവയൺമെന്റിനെ കുറിച്ചാണ്, അതിന്റെ പരിസരത്തെ കുറിച്ചും ക്യാപിറ്റലിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. വിജയനഗരം അതിന്റെ പ്രശസ്ത നഗരങ്ങളിൽ, അക്കാലത്തെ പ്രശസ്ത നഗരങ്ങളിൽ ഒന്നായിരുന്നു. അനേകം മലകൾക്കിടയിൽ കിടക്കുന്ന ഒരു വൻ നഗരമായിരുന്നു വിജയനഗരം. വളരെ പ്രൗഢിയുള്ള ഒരു നഗരമായിരുന്നു ഇത്. ധാരാളം കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മനോഹരമായ ധാരാളം ഉദ്യാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വീടുകൾ ഉണ്ടായിരുന്നു. തടാകങ്ങൾ എന്നിവ വളരെ ഉജ്ജ്വലമായ ഒരു നഗരത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ സമയത്ത് വിജയനഗരം സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ രേഖകളിൽ നിന്ന് ഈ നഗരം എത്ര ഉജ്ജ്വലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ വിസ്മയത്തോടെയാണ് വിജയനഗരത്തെ കണ്ടത്. അവർ വിജയനഗരത്തെ കുറിച്ച് വാനോളം പ്രശംസിച്ചുകൊണ്ട് എഴുതുകയുണ്ടായി. ഇറ്റാലിയൻ വ്യാപാരിയായ നിക്കോളോ ഡി കോണ്ടി വിജയനഗരം സന്ദർശിക്കുന്ന ഈ കാലത്താണ്. പേർഷ്യൻ സ്ഥാനപതിയായ അബ്ദുൾ റസാഖ്, റഷ്യൻ വ്യാപാരിയായ അഫ്നാസി നിഗിൻ, പോർച്ചുഗീസ് സഞ്ചാരികളായ ടോമിഗോ പയസ്, ബാർബോസ, ഫെർണാവോ നൂയിസ് എന്നിവർ വിജയനഗരത്തെ കുറിച്ച് വളരെ വർണ്ണിച്ചെഴുതുകയുണ്ടായി. താൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാൾ ഉജ്ജ്വലമാണ് വിജയനഗരമെന്ന് അബ്ദുൾ റസാഖ് രേഖപ്പെടുത്തുന്നു. വിജയനഗരത്തിലെ കൊട്ടാരങ്ങൾ ഉപയോഗിച്ചിരുന്ന പല പാത്രങ്ങൾ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉണ്ടാക്കി നിർമ്മിച്ചതാണെന്ന് ഫെർണാവോ നൂയിസ് ചൂണ്ടിക്കാണിക്കുന്നു. അവിടുത്തെ പ്രൗഢിയെക്കുറിച്ചും വിസ്തൃതിയെക്കുറിച്ചും ഇവർ എഴുതുകയുണ്ടായി. വിജയനഗരം റോമ സാമ്രാജ്യത്തെക്കാളും വലുതാണെന്ന് ടോമിഗോ പയസ് വിവരിക്കുന്നു. ഈ നഗരത്തിലെ മരത്തോപ്പുകൾ, തടാകങ്ങൾ, പൂന്തോപ്പുകൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയെല്ലാം പയസിനെ വളരെ വിസ്മയിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ഈ സാമ്രാജ്യത്തെ കുറിച്ച് എന്തു പറഞ്ഞു എന്നുള്ളതിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ ജലസമ്പത്തിനെ കുറിച്ചാണ്. വാട്ടർ റിസോഴ്സസ്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിജയനഗരം സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ജലസമ്പത്ത് സംരക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഭരണാധികാരികൾ. ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് ഒഴുകുന്ന ജലം ചിറ കെട്ടി സംരക്ഷിച്ചിരുന്നു. ജലം സംരക്ഷിക്കുന്നതിന് ധാരാളം കുളങ്ങൾ നിർമ്മിച്ചു. കമലാപുരം തടാകം അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അവിടുത്തെ ഒരു തടാകമാണ് കമലാപുരം തടാകം. വയലുകളിൽ ജലസേചനത്തിന് ഹിരിയ കനാൽ എന്നൊരു കനാൽ നിർമ്മിച്ചു. സംഗമ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഈ കനാൽ നിർമ്മിച്ചത്. കൃഷ്ണദേവരായ നിർമ്മിച്ച ജലസംഭരണികളെ കുറിച്ച് ടോമിഗോ പയസ് തന്റെ കൃതികളിൽ വിവരിക്കുന്നുണ്ട്. ഇനി വിജയനഗരത്തിലെ കോട്ടക്കൊത്തളങ്ങളെ കുറിച്ചാണ്. ദ ഫോർട്ടിഫിക്കേഷൻസ് ഓഫ് ആൻഡ് റോഡുകളും കോട്ടക്കൊത്തളങ്ങളുമാണ്. നഗരം മുഴുവൻ കോട്ടകളാൽ നിറഞ്ഞതായിരുന്നു. നഗരങ്ങളിൽ ഭീമാകാരങ്ങളായ കോട്ടക്കൊത്തളങ്ങൾ ഈ നഗരത്തിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. കോട്ടമതിലുകൾ നഗരത്തെ മൊത്തമായി വലയം ചെയ്തിരുന്നു. പേർഷ്യൻ സ്ഥാനപതിയായ അബ്ദുൾ റസാഖ് തന്റെ വിവരണങ്ങൾ കാർഷിക ഭൂമിയെയും വലയം ചെയ്ത് കോട്ടകൾ നിർമ്മിച്ചതായി പറയുന്നുണ്ട്. കോട്ടമതിലുകളുടെ നിർമ്മാണത്തിന് കുമ്മായമോ സിമന്റോ അല്ല ഉപയോഗിച്ച് ശിലാഖണ്ഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. കാർഷിക പ്രദേശങ്ങളെ അടച്ചുകെട്ടി കൃഷിഭൂമികളും
അടച്ചുകെട്ടി കോട്ടകൾ ഉണ്ടായിരുന്നു. കൃഷിഭൂമികളും ഉദ്യാനങ്ങളും ഇതിൽ ഉള്ളിലാണ് നിർമ്മിച്ചിരുന്നത് എന്ന് അബ്ദുൾ റസാഖ് രേഖപ്പെടുത്തുന്നു. കൃഷിഭൂമിയെ കുറിച്ച് ടോമിംഗോ പയസു രേഖപ്പെടുത്തുന്നുണ്ട്. കനാൽ സംവിധാനം ഉണ്ടായിരുന്നു. കോട്ടകൾക്ക് പ്രവേശന കവാടം ഉണ്ടായിരുന്നു. വാസ്തുശില്പ ശൈലികൾ നഗരത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്നു. നഗരത്തിലേക്ക് വെളിയിലേക്ക് റോഡുകൾ ഉണ്ടായിരുന്നതായിട്ടോ ഈ വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് അവരുടെ നഗര കേന്ദ്രങ്ങളെ കുറിച്ചാണ്. പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ നഗര കേന്ദ്രത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ വീടുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ബാർബോസ. നീണ്ട തെരുവുകളാണ് ഉണ്ടായിരുന്നത്. ഇതിന് ചുറ്റുമാണ്, ഇതിന്റെ രണ്ട് സൈഡിലുമാണ് വീടുകൾ ഉണ്ടായിരുന്നത്. പുരാവസ്തു ശാസ്ത്രജ്ഞർ ചില പ്രദേശങ്ങളിൽ നിന്ന് ചീന പിഞ്ഞാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സമ്പന്നരായ ഒരു വ്യാപാര വർഗം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. ധാരാളം ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് രാജകീയ കേന്ദ്രങ്ങളെ കുറിച്ചാണ്. റോയൽ സെന്ററിനെ കുറിച്ചാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ കേന്ദ്രങ്ങൾ. രാജകീയ കേന്ദ്രത്തിൽ 30ഓളം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഇൻക്ലൂഡഡ് 30 പാലസസ്. അവിടെ 60ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. രാജാക്കന്മാർ ക്ഷേത്രങ്ങളെയും മതവിശ്വാസങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ക്ഷേത്രങ്ങൾ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്ന ഭാഗം. രാജകീയ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് രാജാവിൻ്റെ കൊട്ടാരം. രാജകൊട്ടാരത്തിന് 2 പ്ലാറ്റ്ഫോമുകളാണ് ഉണ്ടായിരുന്നത്. ശ്രോതാക്കളുടെ ഹാൾ, രണ്ടാമതായി മഹാനവമി ദിബ്ബ എന്നീ പേരുകളിലാണ് അവ അറിയപ്പെട്ടത്. ചുറ്റും ഇരട്ട മതിൽ കെട്ടുള്ള ഒരു സമുച്ചയത്തിലാണ് ഇത് നിലനിന്നിരുന്നത്. മഹാനവമി ദിബ്ബ നിലനിന്നിരുന്നത്. മഹാനവമി ദിബ്ബ നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കൂറ്റൻ പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ അടിത്തറ കൊത്തുപണികളാൽ അലങ്കൃതമാണ്. മഹാനവമി പോലുള്ള ഉത്സവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. മഹാനവമി എന്ന പദത്തിന്റെ അർത്ഥം 9ാം നാൾ എന്നാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹൈദരുടെ ഉത്സവമാണിത്. ദക്ഷിണേന്ത്യയിൽ നവരാത്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢി അധികാരവും വിളിച്ചു ഓതുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇതിലെ പ്രധാന നായകന്മാരും സാമന്ത രാജാക്കന്മാരും രാജാവിന് സമ്മാനങ്ങൾ കാഴ്ചവെക്കുന്നു. വിഗ്രഹാരാധന, രാജകീയ കുതിരയെ ആരാധിക്കൽ, മൃഗബലി തുടങ്ങിയ ചടങ്ങുകൾ അനുഷ്ഠിച്ചിരുന്നു. ചടങ്ങിൽ വെച്ച് രാജാവ് സൈന്യത്തെ പരിശോധിച്ചിരുന്നു. നായകന്മാർ കപ്പത്തോടൊപ്പം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും രാജാക്കന്മാർക്ക് സമർപ്പിക്കുന്നു. രാജകീയ കേന്ദ്രത്തിലെ മറ്റു കെട്ടിടങ്ങളിൽ ഒന്ന് ലോട്ടസ് മഹലാണ്. രാജകീയ കേന്ദ്രത്തിലെ ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ്. ഹസാര രാമക്ഷേത്ര ഇതിലൊരു ഉദാഹരണമാണ്. വിജയനഗരം തകർക്കപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിക്ക നിർമ്മിതികളും നശിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ മഹാനവമി ദിബ്ബയെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വിശുദ്ധ കേന്ദ്ര, ദ സാക്രഡ് സെന്റർ. രാജാക്കന്മാർ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ക്ഷേത്രങ്ങൾ വിജ്ഞാന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ക്ഷേത്ര സംരക്ഷണത്തിനായി രാജാക്കന്മാർ ഭൂമിയും മറ്റ് വിഭവങ്ങളും ദാനമായി നൽകിയിരുന്നു. ക്ഷേത്രങ്ങൾ മത, സാംസ്കാരിക, സാമൂഹ്യ, സാമ്പത്തിക കേന്ദ്രങ്ങളായിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ജനപിന്തുണ നേടാനുള്ള മാർഗങ്ങളായിട്ടാണ് രാജാക്കന്മാർ കണ്ടിരുന്നത്. വിജയനഗരത്തെ തലസ്ഥാനമാക്കി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന പ്രചോദനം വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെയും പമ്പാദേവി ക്ഷേത്രത്തിന്റെയും സാന്നിധ്യമാണ്. ഹിന്ദു സുരത്രാണ എന്ന പട്ട സ്വീകരിച്ച രാജാക്കന്മാരാണ് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ. അപ്പോൾ ഹിന്ദു സുരത്രാണ സുൽത്താൻ എന്ന പദം സ്വീകരിച്ച രാജാക്കന്മാരാണ് വിജയനഗരത്തിലെ രാജാക്കന്മാർ. ദൈവങ്ങളുമായി അവർക്കുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിച്ചത്. വിജയനഗരത്തിലെ രാജാക്കന്മാർ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ പിന്തുടരുകയുണ്ടായി. കൂടാതെ രാജാക്കന്മാരുടെ പ്രതിമകൾ ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. നെക്സ്റ്റ് അവിടുത്തെ ഗോപുരങ്ങളെ കുറിച്ചും മണ്ഡപങ്ങളെ കുറിച്ചുമാണ്.
ക്ഷേത്ര നിർമ്മാണ വിദ്യയിൽ പുതിയ രീതികൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പടുകൂറ്റൻ ഗോപുരങ്ങളുടെയും മണ്ഡപങ്ങളുടെയും നിർമ്മാണം നടന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ നിർമ്മിതികൾ രാജകീയ അധികാരത്തിന്റെ അടയാളങ്ങളാണ് കണ്ടിരുന്നത്. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. മണ്ഡപങ്ങൾക്ക് കൊത്തുപണികളോട് കൂടിയ തൂണുകളാണ് ഉണ്ടായിരുന്നത്. വിരൂപാക്ഷ ക്ഷേത്രവും വിട്ടല ക്ഷേത്രവും വിശുദ്ധ കേന്ദ്രത്തിലെ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ കേന്ദ്രത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വിരൂപാക്ഷ ക്ഷേത്രവും വിട്ടല ക്ഷേത്രവും. വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ സമുച്ചയത്തിൽ ധാരാളം ഹാളുകൾ നിർമ്മിച്ചിരുന്നു. സംഗീതം, നൃത്തനൃത്യങ്ങൾ, നാടകം തുടങ്ങിയ പ്രത്യേക പരിപാടികൾക്ക് വേണ്ടിയായിട്ടായിരിക്കാം ഇത് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ രഥത്തെരുവുകൾ ഉണ്ടായിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിന്റെ വേറൊരു ഭാഗമാണ് രഥ തെരുവുകൾ. കൂടാതെ രായഗോപുര എന്നാണ് ക്ഷേത്ര സമുച്ചയത്തിന്റെ ഒരു ഭാഗം അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, വിജയനഗര സാമ്രാജ്യത്തിലെ കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങാടികൾ എന്നിവയെ കുറിച്ചാണ്. ടെമ്പിൾസ് ആൻഡ് ബസാർസ്. വിജയനഗരത്തിൽ ആദ്യമായി സർവേ നടത്തിയ മെക്കൻസി സഞ്ചാരികളുടെ വിവരങ്ങളിൽ നിന്നും പുത്തുലിഖിതങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. 1976 ഹംപി ദേശീയ പ്രാധാന്യമുള്ള ഒരു സൈറ്റായി അംഗീകരിക്കപ്പെട്ടു. വിജയനഗര സൈറ്റുകളിൽ വർഷങ്ങളോളം ഗവേഷണം നടത്തിയവരാണ് ജോൺ എഫ് ഫ്രിറ്റ്സ്, ജോർജ് മൈക്കൽ, MS നാഗരാജറാവു എന്നിവർ. വിജയനഗര കാലഘട്ടത്തിൽ ചരിത്രം പുനർനിർണയിക്കുന്നതിൽ സഞ്ചാരികളുടെ വിവരണങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. വിജയനഗരത്തിലെ അങ്ങാടികളെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം അവർ നമുക്ക് നൽകുന്നു. ലോകത്തിൽ വെച്ച് തന്നെ എല്ലാ സാധനങ്ങളും ലഭ്യമായ ഒരു നഗരം എന്നാണ് അവർ വിജയനഗരത്തെ വിശേഷിപ്പിച്ചത്. വിജയനഗരത്തിലെ വിപണികളിൽ പഴങ്ങൾ, മുന്തിരി, ഓറഞ്ച്, ചെറുനാരങ്ങ, മാതളം, ചക്ക, മാങ്ങ എന്നിവ കൊണ്ട് കരകവിഞ്ഞൊഴുകുകയായിരുന്നെന്ന്, വളരെ വിലക്കുറവിൽ അവ ലഭ്യമായിരുന്നെന്നും ഫെർണാവോ നൂയിസ് അഭിപ്രായപ്പെടുന്നു. അവിടെ മാംസവും ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. വിജയനഗരത്തിലെ വിശാലവും മനോഹരമായ തെരുവീതികളിലാണ് അങ്ങാടികൾ പ്രവർത്തിച്ചതെന്ന് ടോമിംഗോ പയസ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വിജയനഗരത്തിലെ അങ്ങാടികളെ കുറിച്ച് എഴുതിയ സഞ്ചാരിയാണ് ടോമിംഗോ പയസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് വ്യാപാരികൾ താമസിച്ചിരുന്നത്. ആഭരണങ്ങളും രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും വസ്ത്രങ്ങളും അവരുടെ പക്കൽ ലഭ്യമായിരുന്നു. കുതിരകളും പഴങ്ങളും പച്ചക്കറികളും അവിടെ ലഭ്യമായിരുന്നെന്ന് പയസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ വളരെ കുറച്ച് ഭാഗങ്ങളെ ഇതിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഇതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കിങ്സ് ആൻഡ് ട്രേഡേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അവിടുത്തെ വിജയനഗര സാമ്രാജ്യത്തിലെ ട്രേഡേഴ്സിനെ കുറിച്ച് ചോദിക്കാം. കൂടാതെ കൃഷ്ണദേവരായ ദ ഫേമസ് റൂളർ ഓഫ് വിജയനഗര, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവാം. അമരനായക സിസ്റ്റം ഓഫ് വിജയനഗര എംപയർ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മഹാനവമി ദിബ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓൾ ദി ബെസ്റ്റ്.